നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുമ്പ് മുൻ KPCC പ്രസിഡന്റുമാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അടക്കം അഭിപ്രായം തേടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. നേതാക്കളെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇന്ന് ഇവരുമായി ആശയവിനിമയം നടത്തും. തീരുമാനം ഉടനുണ്ടാകും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയച്ച രഹസ്യ നിരീക്ഷകർ ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. ഘടകകക്ഷി നേതാക്കളുമായും ആശയവിനിമയം നടത്തും. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് വിശാല ചർച്ചയ്ക്ക് തീരുമാനിച്ചത്. ന്യൂനമർദ്ദത്തെ തുടർന്ന് വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതും തെക്ക് കിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോടും ചേർന്നുള്ള ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതും മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രതിശ്രുത വരൻ അന്ത്യനിദ്ര കൊള്ളുന്ന മണ്ണിലേക്ക് പ്രഫുല്ലയും യാത്രയായി. ഒന്നായി സ്വപ്നം കണ്ട ജീവിതം നിത്യനിദ്രയിലായി. പ്രിയതമനായ മണിയുടെ മരണത്തിൽ മനംനൊന്ത് പ്രഫുല്ലയെ ഞായറാഴ്ചയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണിയുടെ അരികിൽ അന്തിയുറങ്ങണമെന്ന പ്രഫുല്ലയുടെ അവസാനത്തെ ആഗ്രഹപ്രകാരം മൃതദേഹം മണി അന്ത്യനിദ്ര കൊള്ളുന്ന തമിഴ്നാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാസർഗോഡ് കുമ്പള കിന്തൂർ കുണ്ടങ്കേരടുക്കയിൽ B. വിജയാനന്ദൻ ദേവി ദമ്പതികളുടെ മകളാണ് പ്രഫുല്ല. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായിരുന്നു മണി. ജനുവരിയിൽ വാഹനാപകടത്തിൽപ്പെട്ടാണ് മണി മരിച്ചത്. പാലക്കാട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിക്കുന്നതിനിടെയാണ് പ്രഫുല്ലയും ഫൈനാൻസ് കമ്പനിയിലെ ജോലിക്കാരനായ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മണിയും പ്രണയത്തിലായത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായാണ് മണി സ്ഥിരമായി പാലക്കാട് എത്തിയിരുന്നത്. ഫൈനാൻസ് കമ്പനിയിലെ താൽക്കാലിക ജോലി സ്ഥിരമായ ശേഷം പ്രഫുല്ലയെ വിവാഹം കഴിക്കാമെന്ന് മണി ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് 9 മാസം മുമ്പ് വിവാഹ നിശ്ചയം നടന്നു. ജോലി സ്ഥിരമായതോടെ ഈ വർഷം മഴക്കാലത്തിന് മുമ്പ് വിവാഹം നടത്താനായിരുന്നു തീരുമാനം. ലൈഫ് ഭവന പദ്ധതിക്ക് അനുവദിച്ച തുക മാറി നൽകുന്നതിന് കൈക്കൂലി വാങ്ങി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ വിജിലൻസ് പിടികൂടി. കാരോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് പരിസരത്ത് വെച്ച് പരാതിക്കാരനിൽ നിന്നും 2500 രൂപ വാങ്ങവെയാണ് സന്ദീപിനെ വിജിലൻസ് കോടതി കയ്യോടെ പിടികൂടുന്നത്. കാരോട് സ്വദേശിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കാരോട് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ TS സന്ദീപാണ് വിജിലൻസിന്റെ പിടിയിലായത്. അയത്തിൽ സ്വദേശിയായ സന്ദീപ് 4000 രൂപയാണ് പലതവണയായി കൈക്കൂലി വാങ്ങിയത്. പരാതിക്കാരൻ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കുന്നതിന് കാരോട് ഗ്രാമപഞ്ചായത്തിൽ 2024 അപേക്ഷ നൽകിയിരുന്നു. വീടിന് അനുമതിയായതിനെ തുടർന്ന് 4 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. പദ്ധതി പ്രകാരമുള്ള ആദ്യ ഗഡുവായ 40,000 രൂപ അനുവദിച്ചപ്പോൾ TS സന്ദീപ് പരാതിക്കാരന്റെ വീടും സ്ഥലവും സന്ദർശിക്കുകയും തുടർന്ന് ഓഫീസിലെത്തിയ പരാതിക്കാരനിൽ നിന്ന് 500 രൂപ വാങ്ങുകയുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിലെ MLA എന്ന വിശേഷണം തെറിക്കും. വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖകളിൽ ഉള്ളതുപോലെ വേണം ഡ്രൈവിംഗ് ലൈസൻസിലും പേര് ചേർക്കേണ്ടത്. ഇതിൽ വീഴ്ച സംഭവിച്ചെന്നാണ് നിഗമനം. MLA പ്രയോഗം നീക്കം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. നിശ്ചിത കാലയളവിലേക്കുള്ള സ്ഥാനങ്ങൾ ലൈസൻസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രേഖകളിൽ കൂട്ടിച്ചേർക്കാറില്ല. ഗണേഷ് കുമാറിന്റെ ലൈസൻസ് 2028 ജൂലൈ 10 വരെ കാലാവധിയുണ്ട്. എന്നാൽ അദ്ദേഹം ഉൾപ്പെട്ട നിയമസഭയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. 2004 സർക്കാർ അംഗീകരിച്ച കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ പ്രോസ്പെക്ടസ് തിരുത്തി മെറിറ്റ് സീറ്റുകൾ സ്വാശ്രയ കോളേജുകൾക്ക് അനുവദിച്ച് കൊള്ളലാഭമുണ്ടാക്കിയ കേസിൽ അട്ടിമറിയിൽ ഇടപെട്ട വിജിലൻസ് കോടതി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർ CK വിശ്വനാഥൻ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ വീണ്ടും വിചാരണ നേരിടണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് ജഡ്ജി A. മനോജ് ഉത്തരവിട്ടു. നേരത്തെ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രം പിൻവലിച്ച് പ്രതികളെ കുറ്റവിമുക്തരാക്കിയ പോലീസ് നടപടി കോടതി റദ്ദാക്കി. വിവാഹിതനാണെന്ന് മറച്ചുവെച്ച് പ്രണയിനിയെ കബളിപ്പിച്ച് മുങ്ങിയ കാമുകനെ തേടി വിദേശ വനിത കഴക്കൂട്ടത്തെത്തി. വിദേശത്ത് ഒരുമിച്ച് താമസിക്കുന്നതിനിടെ ഗർഭിണിയായ യുവതിയെ ഗർഭഛിദ്രം നടത്തിയ ശേഷം ഇയാൾ തിരിച്ചയച്ചു. യുവാവിനെ തേടി വീണ്ടും കഴക്കൂട്ടത്തെത്തിയ യുവതിയെ പോലീസ് അഗതി മന്ദിരത്തിലാക്കി. മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിന് പിന്നീട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെ നിന്നും യുവതിയെ വിട്ടയച്ച ശേഷം കാണാതായ തന്റെ ഭർത്താവിനെ തേടി ഭാര്യ പോലീസിൽ പരാതി നൽകിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. കടിയാപുരം പുളിനട സ്വദേശി നജീമിനെയാണ് 29-കാരിയായ ശ്രീലങ്കൻ യുവതി അന്വേഷിച്ചെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ നിന്നും വാടക വീട്ടിലേക്ക് താമസം മാറ്റി. നഗരമധ്യത്തിൽ ബേക്കറി ജംഗ്ഷന് സമീപം റിസർവ് ബാങ്കിനടുത്തുള്ള വീടാണ് അദ്ദേഹം താമസത്തിനായി തെരഞ്ഞെടുത്തത്. ക്ലിഫ് ഹൌസിൽ നിന്നുള്ള സാധനങ്ങളും മറ്റ് സാമഗ്രികളും പുതിയ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഡൽഹി സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം നേരിട്ട് പുതിയ വസതിയിലേക്കാണ് എത്തിയത്. വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നത് നീണ്ടുപോകുന്നതിനിടെ ഉദ്യോഗസ്ഥ ഭരണം പൊടിപൊടിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വകുപ്പുകളിൽ സെക്രട്ടറിമാരാണ് ഭരിക്കുന്നത്. ആദ്യ ഒരു മാസത്തിനുള്ളിൽ 4700 കോടി കടമെടുത്തു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയാണ്. സെക്രട്ടേറിയറ്റിൽ മാത്രം 300-ലേറെ ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നാണ് അറിയുന്നത്. വകുപ്പുകളിലും സ്ഥലം മാറ്റം തകൃതിയാണ്. ട്രഷറിയിൽ നിന്ന് 20 പേരെ കൂട്ടത്തോടെ മാറ്റിയതിനെതിരെ NGO യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് ജനപ്രിയ മദ്യ ബ്രാൻഡുകളുടെ വില കുറച്ചു. ഓൾഡ് മഗ്, ഓഫീസേഴ്സ് ചോയ്സ്, ലേ മൗണ്ട് റം അടക്കം ബ്രാൻഡുകൾക്കാണ് വില കുറഞ്ഞത്. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചിരിക്കുന്നത്. എല്ലാ ബ്രാൻഡുകൾക്കും വില കുറഞ്ഞിട്ടില്ല. ചിലതിന് മാത്രമാണ് വിലക്കുറവ് ബാധകം. മദ്യം വിതരണം ചെയ്യുന്ന കമ്പനികൾ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വെബ്കോ വില കുറച്ചതായി എല്ലാ ഔട്ട്ലെറ്റുകളിലും അറിയിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം, ചില ബ്രാൻഡുകൾ മദ്യം കമ്പനി പ്രതീക്ഷിച്ച വിൽപ്പന നടത്താതെ പല ഔട്ട്ലെറ്റുകളിലും കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ബ്രാൻഡ് മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഈ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന B. അശോകിനെ ഓഫീസിലെ ഫയൽ നീക്കത്തിന്റെ പേരിൽ കുടുക്കാൻ നീക്കം. സർവകലാശാലയിലെ VC ഓഫീസിൽ അശോക് ഹാജരാകുന്നില്ലെന്നും അതിനാൽ ഫയലുകൾ നീങ്ങുന്നില്ലെന്നുമാണ് സർവകലാശാലയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. അശോകുമായി ഏറ്റുമുട്ടലിലായിരുന്ന ഒരു വിഭാഗമാണ് ഇക്കാര്യം കാണിച്ചു പരാതിപ്പെടാൻ ഒരുങ്ങുന്നത്. നിലവിൽ വൈസ് ചാൻസലർ എന്ന പദവി മാത്രമാണ് അശോകിനുള്ളത്. സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് അശോകിനെ ഏപ്രിൽ 29-ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരിക്കെയാണ് അശോകിന് 2023 മാർച്ചിൽ വൈസ് ചാൻസലറുടെ അധിക ചുമതല നൽകിയത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പിന്നാലെ കുതിച്ചുയരുന്ന പച്ചക്കറി വിലയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സാധാരണക്കാർ. ഭൂരിപക്ഷം ഹോട്ടലുകളിലാണെങ്കിൽ ഭൂരിപക്ഷം ഇനങ്ങൾക്കും 10 മുതൽ 15 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. പാചകവാതക ക്ഷാമത്തിനിടെ ഉണ്ടായ പച്ചക്കറി വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്ക് ഇരുട്ടടിയായി. കടുത്ത ചൂടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് വില വർധനയ്ക്ക് ഇടയാക്കിയത്. ചൂട് താങ്ങാനാകാതെ വിളകൾ വാടി നശിച്ചു. വൻ നാശമാണ് കർഷകർക്കുണ്ടായത്. പാചകവാത വിലക്കയറ്റവും ക്ഷാമത്തെയും തുടർന്ന് ചില ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറിയിരുന്നു. എന്നാൽ എല്ലാ ഭക്ഷണ വിഭവവും അടുപ്പിലുണ്ടാക്കുക പ്രായോഗികമല്ല. വില വർദ്ധിപ്പിച്ചാൽ കച്ചവടം കുറയുമെന്നാണ് ഉടമകളുടെ ആശങ്ക. കവടിയാർ വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട് സ്വദേശി ആഷിഖ് സാനുവിനെ ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കൈകാലുകൾക്കേറ്റ പൊട്ടലുകൾ പരിഹരിക്കാനാണ് ശസ്ത്രക്രിയ. അപകടത്തിൽ കാലിന് പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന അസ്മ സ്കാനിങ്ങിനും വിധേയയാക്കി. ചികിത്സയിലുള്ള ബംഗാൾ സ്വദേശി അലി അക്ബറിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. പാലക്കാട് സ്വദേശി നൌഷിജയുടെ മരണത്തിനും 6 പേർക്ക് പരിക്കേൽക്കാനും കാരണമായ വാഹനാപകടത്തിൽ കാർ ഓടിച്ച കുറവൻകോണം സ്വദേശി മോഹൻ തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മോഹൻ തോമസ്. ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതക കേസിൽ ഒരു വഴിത്തിരിവായി. പശ്ചിമബംഗാൾ CIDയും പ്രത്യേക അന്വേഷണ സംഘവും മെയ് 10 ഞായറാഴ്ച രാത്രി ഉത്തർപ്രദേശിൽ 3 പ്രതികളെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിനിടെ ശേഖരിച്ച സാങ്കേതിക നിരീക്ഷണത്തിലൂടെയും ഡിജിറ്റൽ തെളിവുകളിലൂടെയും അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികളെ കണ്ടെത്തി. കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യവും സൂത്രധാരനും കണ്ടെത്താനായി ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവരെ ചോദ്യം ചെയ്യുന്നതിനാൽ ഇവരുടെ വ്യക്തിത്വം ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. കൊലപാതകം ഒരു കരാർ കൊലപാതകമായിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു. വെടിവെപ്പ് നടത്തിയവരെ ആരാണ് വാടകയ്ക്കെടുത്തതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് പോലീസ്. നാസിക് TCSലെ പീഡന മതപരിവർത്തന കേസുകളിൽ അറസ്റ്റിലായ 8 പേർക്കായിരുന്നു ഓഫീസിന്റെ പൂർണ്ണ നിയന്ത്രണമെന്നും പ്രായം കുറഞ്ഞവരും ഭീഷണിപ്പെടുത്തിയാൽ പെട്ടെന്ന് വഴങ്ങുന്നവരുമായ പെൺകുട്ടികളെ ലൈംഗികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നും ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട്. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് നിയമം സ്ഥാപനം പാലിച്ചില്ലെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി നിർജീവമായിരുന്നുവെന്നും കമ്മീഷൻ കണ്ടെത്തി. ഗുരുതര ആരോപണങ്ങളടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് സമർപ്പിച്ചു. വർക്ക് ഫ്രം ഹോം മോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് IT ജീവനക്കാർ. രാജ്യത്തെ IT ജീവനക്കാരുടെ സംഘടനയായ നൈറ്റ്സ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. IT അധിഷ്ഠിത സേവന മേഖലകളിൽ സാധ്യമായ ഇടങ്ങളിലെല്ലാം വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീറ്റ് UG 2026 പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നെന്ന സംശയത്തിൽ അന്വേഷണം കേരളത്തിലേക്കും രാജസ്ഥാൻ പോലീസ് വ്യാപിപ്പിക്കും. കേരളത്തിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥി രാജസ്ഥാനിലെ കൂട്ടാളിക്ക് വിവാദ സാധ്യതാ ചോദ്യക്കടലാസ് അയച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണിത്.
സിക്കാറിലെ കൂട്ടാളിക്ക് അയച്ചുകൊടുത്ത ചോദ്യക്കടലാസ് പിന്നീട് ഒരു പേയിങ് ഗസ്റ്റ് PG നടത്തിപ്പുകാരന്റെ കയ്യിലുമെത്തി. അവിടെ നിന്ന് പുറത്തെത്തിയ ചോദ്യക്കടലാസ് വിവിധ സംസ്ഥാനങ്ങളിലെ കോച്ചിംഗ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചു. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഉചിതമായ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആലോചിച്ച ശേഷം വേണമെങ്കിൽ നടപടിയെടുക്കുമെന്നും പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA അറിയിച്ചു. സ്വർണം വാങ്ങൽ 1 വർഷത്തേക്ക് മാറ്റിവെക്കണമെന്നും ഇന്ധനം ലാഭിക്കാൻ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി നടത്തിയ ആഹ്വാനം സാമ്പത്തിക മേഖലയ്ക്ക് രക്ഷാകവചമൊരുക്കാൻ വേണ്ടിയാണെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പെട്രോൾ ഡീസൽ വിലയിൽ 5 രൂപയുടെ വർധനവ് വരുത്തണമെന്ന അഭ്യൂഹവും ശക്തമായി. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ വിദേശ നാണയ ശേഖരം കുത്തനെ കുറയാതിരിക്കാനും രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രിക്കാനുമാണ് 6-ന് ചിലവ് ചുരുക്കൽ ഞായറാഴ്ച മോദി ഹൈദരാബാദിൽ മുന്നോട്ട് വെച്ചത്. ഇന്നലെ ഗുജറാത്തിലെ വഡോദരയിലും ഇതേ ആഹ്വാനം നടത്തി. പശ്ചിമബംഗാൾ മുനിസിപ്പാലിറ്റികളിലുടനീളമുള്ള നിയമന ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഫ്ളാറ്റുകളും പണവും നൽകി 150 സ്ഥാനാർത്ഥികളെ മുനിസിപ്പൽ ജോലിയൊക്കെ ശുപാർശ ചെയ്തുവെന്നാരോപിച്ച് മുൻ മന്ത്രിയും TMC നേതാവുമായ സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഇന്ധനവില വർദ്ധിപ്പിക്കാനൊരുങ്ങി പൊതുമേഖലാ എണ്ണ കമ്പനികൾ. കേന്ദ്ര സർക്കാരിൽ നിന്ന് കമ്പനികൾക്ക് അനുമതി ലഭിച്ചതായി സൂചന. 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടായേക്കും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ കൂട്ടാനാണ് സാധ്യത. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറുകളുടെ വിലയിലും 50 രൂപ വരെ വർധന ഉണ്ടായേക്കും. ആഗോള ഊർജ്ജ പ്രതിസന്ധിയും പശ്ചിമേഷ്യയിലെ കലുഷിതമായ സാഹചര്യങ്ങളും നിലനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്നു. ഈ മാസം 15-നാണ് അദ്ദേഹം UAE-യിലെത്തുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മേഖലയിലെ സംഘർഷങ്ങളിൽ ഇന്ത്യയും UAE-യും പരസ്പരം പുലർത്തുന്ന ശക്തമായ പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. ഇറാൻ-US സംഘർഷത്തിനിടെ നൂർഖാൻ വ്യോമത്താവളം ഉപയോഗിക്കാൻ ഇറാൻ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി നൽകിയതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ CBS ന്യൂസിനോട് പറഞ്ഞു. പ്രാദേശിക സംഘർഷങ്ങൾ തുടരുന്നതിനിടയിലും മധ്യസ്ഥത വഹിക്കുന്ന ഇസ്ലാമാബാദിന്റെ പങ്കിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ചൈനീസ് സർക്കാരിന്റെ നിയമവിരുദ്ധ ഏജന്റായി പ്രവർത്തിച്ചതിന് കുറ്റം സദേൺ കാലിഫോർണിയ മേയർ സമ്മതിച്ചതായും തന്റെ നഗരസ്ഥാനം രാജിവെച്ചതായും തിങ്കളാഴ്ച അധികൃതർ അറിയിച്ചു. അർക്കാഡിയയിലെ മേയറായ എലീൻ വാങ് അമേരിക്കയിലെ ഒരു വിദേശ സർക്കാരിന്റെ നിയമവിരുദ്ധ ഏജന്റായി പ്രവർത്തിച്ചതിന് ഏപ്രിലിൽ കുറ്റം ചുമത്തിയിരുന്നു. നിയമം അനുശാസിക്കുന്നത് പോലെ US സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ ബീജിംഗിന് അനുകൂലമായ ലേഖനങ്ങൾ പങ്കുവെക്കുന്നത് പോലെയുള്ള ചൈനീസ് ഉദ്യോഗസ്ഥരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു എന്നാണ് അവർക്കെതിരെ ആരോപിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.